അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി? നമ്മൾ ഇന്ന് നടക്കാൻ പോവുകയാണ് ഒരു 10 കിലോമീറ്റർ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഈ നൈറ്റ് ചെയ്തതിൻ്റെയും ഈ ഓവറായിട്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നതിൻ്റെ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് വർക്കൗട്ട് ഉണ്ടെങ്കിൽ പോലും അത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ മുട്ടുവേദന വരുന്നുണ്ട്, അയാൾക്ക് കാലുവേദനയുണ്ട്, തലവേദനയുണ്ട്, നടുവേദനയുണ്ട്. അപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം വീക്കെൻഡ്സിൽ പെർ ഡേ അല്ലെങ്കിൽ സാറ്റർഡേസ് 10 കിലോമീറ്റർ നടക്കാൻ പോകാനാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ പോകുന്നത് വീട്ടിൽ നിന്ന് ചിക്പേട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ചിക്പേട്ടിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ചിക്പേട്ടിൽ പോകുന്ന കുറച്ച് അതിൻ്റെ കാര്യത്തിൽ പറഞ്ഞുതരാം. എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ അല്ലേ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളൊന്നാണ് ചിക്പേട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്തോ വരുന്നത്. എന്തോ അവിടേക്ക് നമ്മൾ പോകുന്നത്, അവിടെ എന്തൊക്കെയെന്ന് കാണാം. ഒപ്പം ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും. നമ്മുടെ വീട്ടിൽ നിന്ന് ചിക്പേട്ടിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നെത്തുമ്പോൾ എങ്ങനെയാവും, എത്ര കിലോമീറ്റർ ആവും എന്നൊക്കെ അറിയില്ല. നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് ഈ പവർ ബാങ്ക്, അത് അത്യാവശ്യമാണ്. പിന്നെ ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ ഡസ്റ്റ് ആയിരിക്കും. അപ്പം മൊബൈലിൻ്റെ ഗ്ലാസ് തുടങ്ങണമെങ്കിൽ ടിഷ്യൂ വേണം, എടുത്ത് വയ്ക്കണം രാമേ. ദെൻ ഞങ്ങളെ രണ്ടുപേരുടെയും പെട്രോൾ കാർഡ്. ഈ റബ്ബർ ഇട്ടേന്ന് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, തെറ്റിദ്ധരിക്കേണ്ട. ഇതിൻ്റെ ഇത് കീറിക്കൊണ്ടിരിക്കുക. അത് പോയി ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ എന്താ പറയുക, 400 രൂപ, 2 100-ൻ്റെയും ഒരു ഇച്ചിരി മണി. പിന്നെ എന്താ പറയുക, പിന്നെ ഇലക്ട്രോലൈറ്റ്സ്. നമുക്ക് ഈ പൊരി വെയിലത്ത് നമ്മൾ നടന്ന് അവിടെ എത്തുമ്പോൾ എന്താവും എന്നറിയില്ല. ചില കാര്യം ചോദിക്കട്ടെ, ഇതെടുത്ത് ഇടാതെ നീ എങ്ങനെയാണ് ബാഗ് അടയ്ക്കുന്നത്? ഇത് കണ്ടോ രാമു? അയാൾ ബാഗ് അടച്ചുകൊണ്ടിരിക്കുക. ഇത് വയ്ക്കണ്ട, ഇത് വയ്ക്കാതെ എങ്ങനെ നീ അടയ്ക്കുന്നത്? എനിക്ക് ശരിക്കും അറിയില്ല. ഞാനിവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഈ മൊബൈൽ എടുക്കുന്നില്ലയോ? വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ എത്ര കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് 0-ൽ ഞാൻ കാണാം. നമ്മളതിൻ്റെ സാംസങ്ങിൻ്റെ ഹെൽത്ത് ആപ്പ് യൂസ് ചെയ്യുന്നത്, എത്രയെന്ന് ട്രാക്ക് ചെയ്യാനാണ്. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. ഈ വീക്കിലെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 15 മണിക്കൂറായിരുന്നു. അപ്പോൾ നമ്മളിത് വാക്കിങ്ങിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 11:46. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് വർക്കൗട്ട്. ഓക്കെ, 3 2 1 തുടങ്ങി. നമുക്ക് ചിക്പേട്ട് എത്തിയിട്ട് എത്ര കിലോമീറ്റർ എങ്ങനെയെന്ന് കാണാം. ഏത് രീതിയിലാവുമെന്നൊന്നും അറിയില്ല. ഒന്നാമത് മുട്ടും കാലൊന്നും വയ്യ. ഇന്നലെ തൊട്ട് അയാൾ ഇവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കാലുവേദന, എനിക്കാണെങ്കിൽ മുട്ടുവേദനയാണ്. പക്ഷേ തോറ്റു കൊടുക്കാൻ പറ്റില്ല ഗൈസ്. പോയാലോ? ഗൈസ്, ഇപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഏതാണ്ട് 12 മിനിറ്റോളം എടുത്തു. അതിൽ ഒരു 3 മിനിറ്റുള്ള ഞങ്ങൾ കുസ്തി പിടിച്ച് കളഞ്ഞു, ഞാനും രാമും കൂടി. എനിക്ക് മെയിൻ റോഡിൽ പോകണം, രാമുവിന് കട്ട് റോഡിൽ കൂടി വരണം, ഇട റോഡിൽ കൂടിയിട്ട്. മാപ്പൊക്കെ നോക്കി വരുന്നുണ്ട്. നോക്കാം അടുത്ത കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു. 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ പച്ചപ്പും ഹരിതാപയും ഗൈസ്, നല്ല രസമുണ്ടല്ലേ? നമ്മുടെ ആ മെട്രോയുടെ ആ സൈഡിൽ നിന്ന് വരുന്നതിനേക്കാളൊക്കെ നല്ലൊരു കുറേ പീസ്ഫുള്ളാണ്. നമ്മളെന്നും വരെ ഓട്ടോയിലും മെട്രോയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറ് പോലുമില്ല. കണ്ണിനെ കയം കാണിക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ പ്രിയ കാഴ്ചക്കാരെ, നമ്മുടെ രാമുനെ മിക്കവാറും ബാംഗ്ലൂരുള്ള ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. സോറി, ഞാൻ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഈ പോക്ക് പോകണമെങ്കിൽ. സത്യോ, ശരി, ഭയങ്കര പീസ്ഫുള്ളുള്ള പ്ലേസാണ്. ഇവിടെ ഒരു ശ്രീരാമന്റെ ക്ഷേത്രമുണ്ട് അല്ലേ? നമ്മൾ ചിക്പേട്ട് മാർക്കറ്റിലേക്ക് കയറി. ഇതിവിടെ ഫുള്ള് ബുക്സസ് ആണ്. രാമ രാമ ശ്രീരാമ. ഓ, എത്ര ബുക്സ് അല്ലേ രാമ? ലക്ഷ്യം പക്ഷെ നമ്മുടെ ലക്ഷ്യം വന്നിട്ട് ഇതല്ല ഗൈസ്. ഇന്നലെ നമ്മുടെ ലക്ഷ്യം എന്താണ് രാമു? ഇത് ചിക്പേട്ടാ പടാ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഴ 3-ലേക്കൊരു മിസ്റ്റർ ബിപിൻ ദാസിനോടാണ്, താങ്കൾക്ക് വാഴ 3-ലേക്കൊരു നായികയെ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെടുത്തോട്ട് പോകും പ്ലീസ്. പിന്നെ ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും വരത്തില്ല. ചിക്പേട്ടിൽ വന്നിട്ട് ചിക്പേട്ടിലേക്ക് പോകുന്നു പറഞ്ഞ ആദ്യത്തെ ആള്. അയ്യോ രാമ, ഈ വീഡിയോ ബിപിൻ ദാസ് കാണുന്നെങ്കിൽ താങ്കൾക്കാണ് വാഴ 3-ലേക്ക് വേണ്ടി ഒരു വാഴ ഞാൻ തരികയാണ്. പിന്നെ നമ്മുടെ ലക്ഷ്യം ഇതല്ല. MG റോഡ് പോയി മേടിച്ചാൽ പോരാടാ പോയി. അറ്റ്ലീസ്റ്റ് ആ ബുക്ക് കൊടുത്താൽ തിരിച്ച് ഡിസ്കൗണ്ടെങ്കിലും കിട്ടും.
ഗൈസ് അപ്പോൾ നമ്മളിത് 8 കിലോമീറ്റർ. ഗൈസ് നമ്മളിപ്പോൾ 8 കിലോമീറ്റർ ആയിട്ടുണ്ട്. 11:48 തുടങ്ങിയതാണ്. ഇപ്പം 2:26, 12, 1, 2, 3 മണിക്കൂറോളം ആയിക്കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരു അരമണിക്കൂറോളം ഞങ്ങൾ തമ്മി തല്ലി തീർത്തു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ഒരു 15 മിനിറ്റ്, കബൺ പാർക്കിൻ്റെ അവിടെ ഒരു 15 മിനിറ്റ്, 15-20 മിനിറ്റ് എടുത്തു. അതുകൊണ്ട് 3/4 മണിക്കൂറോളം ഞങ്ങൾ തമ്മി തല്ലി തീർത്തു ഗൈസ്. യെസ്, ഞങ്ങൾ എവിടെ പോയാലും തമ്മി തല്ലിന് കുറവില്ല. രാമുവിൻ്റെ വക എനിക്ക് കരച്ചിലായിരുന്നു. രാമുവിൻ്റെ വക കുറേ കരച്ചിലുണ്ടായിരുന്നു. എൻ്റെ ഗൈസ് എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഗൈസ് എന്നെ ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ചു ചൊറിയും. അത് ഏത് പൊന്നു നമ്പറായാലും എന്നെ ചൊറിഞ്ഞാൽ ഞാൻ കയറി മാറ്റും. ആരായാലും ഞാൻ വെറുതെ വിടത്തില്ല. അത് രാമു ആയാലും രാമുവിൻ്റെ അമ്മൂമ്മയായാലും എനിക്ക് ഇവിടെ എല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഒരു കൂറയാണ് ഗൈസ്, സത്യം. അപ്പോൾ നമ്മളിപ്പോൾ വത്തിക്കുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലേ, ചെക്ക്പേട്ടിലെ വേറെന്തൊക്കെ സ്ട്രീറ്റിലാണ് ഗൈസ്. അയ്യോ, എൻ്റെ ഭർത്താവ് ഒരു കടായി മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടുത്തെ തിരക്ക് കണ്ടോ? ഈ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. ഞാൻ ഉള്ള സ്ഥലത്തോട് ഞൂണ്ടിറങ്ങി ഇവിടെ വന്നതാണ്. വല്ലതും നടക്കുമോ? നടക്കുമെന്ന് അറിയില്ല. എന്താണ് എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ മുഴുവൻ നല്ല ചൂടാണ്, പുഴുങ്ങിയിരിക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ ഒക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും ട്രിപ്പിൾ സ്റ്റീലിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ പുള്ളിക്കാരൻ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനടുത്തുനിന്ന് ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക, ഒരു റൈസ് കുക്കർ എടുക്കുക, പിന്നെ എന്താ ഒരു പാൻ കൂടി എടുക്കണം. प्राइस कितना आएगा भैया? 2000 चिल्लर है. 2000 चिल्लर. 2000 चिल्लर आएगा. ये पूरा का पूरा सेट को एक पीस को? एक पीस. ये ट्रिप्लाई है. तो डिस्काउंट मिलता है भैया? एमआरपी में डिस्काउंट है. कौन सा साइज है ना? फर्स्ट इससे तो एक बड़ा एक दिखाएगा. इससे बड़ा तो अभी नहीं है, फिर लास्ट साइज. इससे बड़ा नहीं. ये मोटा वाला इतना मोटा का जरूरत नहीं है, घर का यूज करें तो वो डालो बस. ये कितना आता है भैया? ये तुम्हारे को 850 पड़ता है. 850 का पूरा न्यू अरेना था, पूरा नया लो है. पेपर शीट तो सीजन बनाने की जरूरत नहीं है ना. ऑलरेडी पूरा सीजनिंग होके आता हो. सीजनिंग का कोई जरूरत नहीं. समझेंगे ना तो भाई ये ए बा गिरी रे बच्चे 2 मिनट खड़े. എനിക്ക് ഇഷ്ടപ്പെടും കാരണം ക്ലീൻ ചെയ്യാൻ എളുപ്പം. ക്ലീൻ ചെയ്യാൻ എളുപ്പം തോന്നുന്നു. ಮನೆಗ ಸ್ಟಿಲ್ ಇದೆ ನಿಮ್ಮ ಇಲ್ಲ ಒಂದು ಸಿಂಗಲ್ തനിക്ക് ഏതാ എടുക്കുന്ന പറയുന്നത്? ഏതുള്ളത്? ट्रिपल का एक बार ट्रिपल का भी दिखाएगा तो थोड़ा प्राइस मुझे अच्छा रहेगा. आपने सही क्या बोलता है? उतना बड़ा नहीं चाहिए भैया. क्वालिटी साइज दे देंगे. एक मेरे हाथ में है, विनोद का मैंने एक ले लिया था. मुझे इससे जैसा इससे तो कोई दूसरा जैसा हमारा ये क्या बोलते हैं, ये इसका जैसा है ना फ्रेम पेन जाएगा तो उतना उतना हाँ यही जैसा. ये कितना आएगा भैया?
दोनों दिखेगा ठीक है भैया നമ്മുടെ ദോശക്കല്ല് ദശകൽ പുള്ളിയുടെ വില പുള്ളി നമ്മൾ തന്നല്ലോ ഇല്ല ഇത് കാണിച്ചേ ശരിയല്ലേ മീൻ ഉപയോഗിക്കാൻ ഇത് മമ്മി ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടാക്കാം बाकी ये पक्का लेता है इसका थोड़ा एक तो बड़ा दिखाएगा यही रेंज में ठीक है चलो ब्रो मुझे एक दो छोटा वाला छोटा वाला ना वही जैसे स्टील का वो भी चाहिए ഹലോ हाय अयो भैया मसाज दे रहा हो തളർന്നിരിക്കുന്ന ചേട്ടൻ കടയുടെ മുന്നിൽ തളർന്നിരിക്കുന്ന ചേട്ടൻ നമ്മുടെ ഓട്ടോ എവിടെയോ ഉണ്ട് ഗൈസ് ഓട്ടോയിലോ ഓട്ടോടെ എത്തിയല്ലോ ഇല്ല എത്തിയിട്ടില്ല കുതിരണ്ട് ഗൈസ് ഒരു കടയിൽ 2000 രൂപ പറഞ്ഞ സാധനം സെറ്റോടുകൂടി ഞങ്ങൾ മേടിച്ചത് ഞങ്ങൾക്ക് 1100 രൂപ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി ഈ കടയിൽ നിന്ന് തളർന്നു ഗൈസ് 9 കിലോമീറ്റർ അതായത് 10 കിലോമീറ്റർ നടന്നു ഗൈസ് 11:45 മുതൽ ഞങ്ങൾ ഇപ്പോൾ 4:40 ആയപ്പോൾ തിരിച്ച് തിരിഞ്ഞെത്തിയത് ഏതാണ്ട് 10 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു ഏതാണ്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ തമ്മിത്തല്ലി ഗുസ്തി പിടിച്ച് രാമുവിൻ്റെ കരച്ചിലും എൻ്റെ ഷോയും ഉണ്ടായിരുന്നു ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല 2 കരിമ്പൂ ജ്യൂസോ കുടിച്ച് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം 2 വട്ടപാത്രം മേടിച്ചു കാരണം ഞങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കാൻ നോക്കുക പിന്നെ ഈ കടായി മേടിച്ചു പിന്നെ ഈ തവയല്ലേ ഇത് തവയും ഇത് കടായും ശരിയാ പക്ഷെ കാര്യമുണ്ട് ആവുമ്പോൾ വരെ ഇതിൻ്റെ ഒരു സാധനത്തിന് 2000 രൂപ വരെ ചിലത് ഇവിടെ വരുന്നുണ്ടോ ആമസോണിൽ ചില ബ്രാൻഡിന് 2 പീസിന് 2000 രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട് ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് 1800 റേഞ്ച് വന്നിട്ടുള്ളൂ എല്ലാം കൂടിയിട്ട് നമ്മളതിനെ അവിടെ കാശ് കൊണ്ട് കളയുന്നത് അലുമിനിയം മാറ്റാമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഞങ്ങളുടെ ലൈഫിലൊരു ഡേ കഴിഞ്ഞു ടാറ്റാ ലവ് യു